ഹലോ ഗൈസ്, നമുക്ക് നല്ല ഈസി പീസി ആയിട്ട് നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി കണ്ടാലോ? അതും കുക്കറിൽ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ചിക്കൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇട്ട് അങ്ങ് മാരിനേറ്റ് ചെയ്ത് ഒരു ദിവസം ഒന്ന് വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും 2-3 പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അതൊരു നല്ല ഒരു ചതച്ചങ്ങ് എടുത്തിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു കുക്കർ എടുത്തിട്ട് കുറച്ച് നെയ്യ് ചേർക്കുക. പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്പൈസസ് എല്ലാം കൂടി അങ്ങ് ചേർക്കുക. പിന്നെ സവാള നീളത്തിലരിഞ്ഞത് അത് നന്നായിട്ട് ഇട്ട് വഴറ്റുക. കുറച്ച് ഉപ്പും കൂടി, ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളിയും കൂടി ചേർത്തിട്ട് അതും വഴറ്റിയിട്ട് പിന്നെ നേരത്തെ നമ്മൾ അരച്ച് വെച്ചില്ലേ പേസ്റ്റ്, ആ പേസ്റ്റും കൂടി ചേർക്കുക. പിന്നെ അതൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ച അതും കൂടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോഴേക്കും നല്ല കറക്റ്റ് വേവായിട്ട് കിട്ടും കേട്ടോ ചിക്കൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചേക്കുന്ന റൈസ് ഉണ്ടല്ലോ, അതും ആ ജീര റൈസ് അതും കൂടി ഒരു 2 കപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അത് 2 കപ്പ് ചേർത്തിട്ട് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം വെച്ചിട്ട്, കാരണം അതിനകത്ത് കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് കുറച്ച് ചേർത്തേക്കുന്നത്, 2.5 കപ്പ് ചേർത്തിട്ടുള്ളൂ. അത്രയും കൂടി ചേർത്ത് കുറച്ച് ലൈമും കൂടി പിഴിഞ്ഞൊഴിച്ച് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അതും അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് കുക്കറിൽ ഒരു 8 മിനിറ്റ് ആകുമ്പോഴേക്കും വിസിലടിച്ചാലും ഇല്ലെങ്കിലും 8 മിനിറ്റ് ആകുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് അതങ്ങ് തുറന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി എളുപ്പം നമുക്കുണ്ടാക്കാം കേട്ടോ. ഇപ്പം ബിരിയാണിയൊന്നും അത് കാരണം ഇനി ആരും പുറത്തൊന്നും പോയി കഴിക്കണ്ട, വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഭംഗിക്ക് ഞാൻ കുറച്ച് കാഷ്നട്ടും മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.